ഇവനാണ് ആ സ്കൂളിലെ ഏറ്റവും വലിയ ചുള്ളൻ. ലുക്ക് കൊണ്ട് മാത്രമല്ല ഡ്രസ്സിങ് കൊണ്ടും. അവന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ച് ആരാധിക്കാൻ വരെ അവിടെ ആൾക്കാരുണ്ടായിരുന്നു. ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഒരു ലോഡ് പെണ്ണുങ്ങൾ ഇവന്റെ പുറകെ കാണും. ഇട്ടിരിക്കുന്ന ഷഡ്ഡി വരെ ഇവന്റെ മേത്തേക്ക് വലിച്ചെറിയാറുണ്ട്. അതവൻ മണപ്പിച്ച് നോക്കിയിട്ട് ആരുടെയെന്ന് കണ്ടുപിടിക്കും. കൂട്ടുകാർക്കൊക്കെ ഇവനോട് അസൂയായിരുന്നു. കാരണം പെൺകുട്ടികളൊക്കെ അവനോട് ഇങ്ങോട്ടാണ് സംസാരിക്കാൻ വരുന്നത്. പക്ഷെ അവൻ ഇഷ്ടപ്പെട്ട വേറൊരു പെൺകൊച്ചുണ്ടായിരുന്നു. അവൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കണ്ണാടി വെച്ചിരിക്കുന്നതും പിന്നെ മുടി പോണിറ്റയിൽ കിട്ടിയിരിക്കുന്നതുമാണ് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അവളെ വളയ്ക്കാൻ വേണ്ടി ഒഴിവ് സമയങ്ങളിൽ ഇവൻ അടുത്ത് പോയി കോമഡിയൊക്കെ പറയാറുണ്ട്. പക്ഷെ അവൾ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. അവളുടെ മുമ്പിൽ ഹീറോ ആവാൻ വേണ്ടി അടി കൊണ്ടാവുന്ന സ്ഥലത്തൊക്കെ ഇവൻ പോയി ഇടപെടാറുണ്ട്. അവസാനം അടി കിട്ടുന്നത് അവനായിരിക്കും. പാട്ട് പാടിയൊക്കെ വളയ്ക്കാൻ നോക്കിയപ്പോൾ അവൾ ചെറുതായിട്ട് ഇംപ്രസ്ഡ് ആയി. അവന്റെ കൂടെ പാർട്ടിക്കൊക്കെ പോവാൻ ഇവൾ തയ്യാറായി. ലുക്ക് വരെ അവൾ മാറ്റിക്കളഞ്ഞു. ഫസ്റ്റ് ടൈം ഹീലുള്ള ചെരുപ്പിട്ടിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ചപ്പോൾ ആ സ്റ്റെപ്പ് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീണു. അവിടെ ഉണ്ടായിരുന്ന മൊത്തം ആ കുഴിയിലേക്ക് വീണു. പെയിന്റിങ്ങിൽ അസാധ്യ കഴിവുള്ള കുട്ടിയായിരുന്നു അവള്. നീ എന്താ വരച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇവൻ ചോദിച്ചപ്പോൾ ഇത് ഞാനും എൻ്റെ അമ്മയുമാണെന്ന് അവൾ പറഞ്ഞു. നിനക്ക് നിന്റെ അമ്മയുടെ അതേ കണ്ണാണ് കിട്ടിയിരിക്കുന്നതെന്ന് ഇവൻ തിരിച്ചു പറഞ്ഞു.